23 വർഷങ്ങൾക്കു ശേഷം അങ്ങ് ലെബനിലെ ബെയ്റൂത്തിൽ മറ്റൊരു കത്തോലിക്ക ബാബ അഭിഷേക ചടങ്ങ്. നമുക്കൊപ്പം രണ്ട് അതിഥികൾ കൂടിയുണ്ട്. ഫാദർ ബേസിൽ ഷാജു വികാരിയാണ്, കരിങ്ങാച്ചിറ സെൻറ്റ് ജോർജ് യാക്കോബായ കത്തീഡ്രൽ. ഫാദർ ബേസിൽ, വെൽക്കം ഫാദർ ബേസിൽ. ഒപ്പം ഫാദർ ജെയ്സൺ ബ്ലായിൽ വികാരി സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലെ കണ്ടരപ്പടിയിലെ വികാരിയാണ്, അദ്ദേഹവും നമുക്കൊപ്പമുണ്ട്. ഇരുവർക്കും സ്വാഗതം, വെൽക്കം. വളരെ സന്തോഷകരമായ ഒരു ദിനത്തിലേക്ക് ഇരുവരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രത്യേകിച്ച് യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു ദിനം. 23 വർഷങ്ങൾക്ക് മുമ്പാണ് മറ്റൊരു അഭിഷേക ചടങ്ങ് നടന്നത്. ഇപ്പോൾ 23 വർഷങ്ങൾക്ക് ശേഷം യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്ക ബാവയായി ജോസഫ് മോർ ഗ്രിഗോറിയോസിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. നമ്മൾ തത്സമയ സംപ്രേഷണമുണ്ട്. ലെബനിൽ നിന്ന് ബെയ്റൂത്തിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. നമുക്കൊപ്പം ബേസിൽ പിതാവുണ്ട്, ഒപ്പം തന്നെ ജെയ്സൽ പിതാവുണ്ട്. രണ്ടുപേരോടും നമുക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒപ്പം നമ്മളുടെ പ്രതിനിധികളും നമുക്കൊപ്പമുണ്ട്. സജോ ദേവസിയുണ്ട്, ലേബിയും നമുക്കൊപ്പം ചേരുന്നു. ഇരുവരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഈ സന്തോഷവേളയിലേക്ക് കേരളക്കരയിലുള്ള എല്ലാ വിശ്വാസ സമൂഹത്തെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ലെബനിലെ ബെയ്റൂത്തിലേക്ക് പോവുകയാണ്. അവിടെ ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഫാദർ ബേസിൽ ഷാജു, വളരെ സന്തോഷം പരിചയപ്പെട്ടതിൽ. യാക്കോബായ സഭയെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്, അല്ലേ? അതെ. എന്തുകൊണ്ട്? ഇന്നത്തെ ദിവസം സഭയുടെ എന്താ പറയുക, സഭയ്ക്കൊരു പുതിയ ഇടയനെ ലഭിക്കുകയാണ്. എന്താ പറയുക, ഒരു കാത്തിരിപ്പിന് ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ ആ നിര്യാണത്തിന് ശേഷം സഭയുടെ ആ ഒരു കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ഇന്ന് സഭയ്ക്ക് പ്രാദേശിക തലവനായിട്ട് ശ്രേഷ്ഠ കാതോലിക്ക ബാവ വാഴിക്കപ്പെടുന്ന അനുഗ്രഹകരമായ ദിവസമാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. എനിക്കൊന്നു ഈ ആഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷനാണ് സ്ഥാനാരോഹണം നടത്തുന്നത്, അല്ലേ? അതെ. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പം പ്രാദേശിക തലവനായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഒരു ഹൈറാർക്കി ഉണ്ടല്ലോ ഫാദർ ജെയ്സൺ, അതെങ്ങനെയാണ്? ആഗമാന സുറിയാനി സഭ, അതിനുശേഷം സുറിയാനി ഓർത്തഡോക്സ് സഭ, ആ സുറിയാനി ഓർത്തഡോക്സ് സഭയിൽ തന്നെ കത്തോലിക്ക ബാവ, അതിനുശേഷം മെത്രാപ്പൊലീത്തമാർ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കൊരു സംശയമുണ്ടാവും, അതിൻ്റെ ഒരു ഹൈറാർക്കി എങ്ങനെയാണ്, ക്രമം? പരിശുദ്ധ സുറിയാനി സഭയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ദൃശ്യതലവൻ എന്ന് പറയുന്നത് പരിശുദ്ധ പാത്രികീസ് ബാവയാണ്. ഇപ്പോൾ 123ാമത് പാത്രികീസ് ബാവയാണ്. മൊറമോർ ഇഗ്നാത്യോസ് അഫ്രേം രണ്ടാമൻ പാത്രികീസ് ബാവ. അദ്ദേഹമാണ് പരിശുദ്ധ സഭയുടെ പരമോന്നത ദൃശ്യതലവൻ എന്ന് പറയുന്നത്. പരിശുദ്ധ പത്രോസിൻ്റെ ശ്ലൈഹിക സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണരുളുകയും ഞങ്ങൾക്ക് അഭിമാനത്തോട് ഊറ്റം കൊള്ളുന്ന ഒരു ശ്രേഷ്ഠമായ നാമമാണ്. അദ്ദേഹമാണ് പരിശുദ്ധ സഭയുടെ തലവനെങ്കിൽ അതിന് തൊട്ട് താഴെ ഉള്ള ഒരു നിയോഗമാണ് മഫ്രിയ എന്ന് പറയുന്നത്. മഫ്രിയ എന്ന വാക്കിൻ്റെ അർത്ഥം ഫലങ്ങൾ നിറഞ്ഞതെന്നാണ്. പരിശുദ്ധ പാത്രികീസ് ബാവ മലങ്കരയിലേക്ക് വാഴിച്ചയക്കുവാൻ പോകുന്ന ഫലങ്ങൾ നിറഞ്ഞ ഏറ്റവും നല്ല ലെബാനോനിലെ കാരിയിലാണ് ഇപ്പോൾ വാഴിക്കപ്പെടുവാൻ പോകുന്ന ബസേലിയസ് ജോസഫ് എന്ന നാമത്തിൽ വരുവാൻ പോകുന്ന ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുമേനി. സഭയിലെ രണ്ടാമനായിട്ട് വരികയാണ്. ഇതിന് പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ പാത്രികീസ് ബാവയ്ക്കും ശ്രേഷ്ഠ കാതോലിക്ക ബാവയ്ക്കും മാത്രമാണ് 3 സ്ഥാനചിഹ്നങ്ങളുള്ള മാലകൾ ധരിക്കുവാൻ അവകാശമുള്ള പടിമാലകൾ. അത് വിശുദ്ധ സ്ലീബായും മാതാവിൻ്റെ ഐക്കണും അടങ്ങിയ 3 പടിമാലകൾ ധരിക്കുവാനുള്ള അവകാശം ഇന്നാണോ ധരിക്കുന്നത്? ഇന്നാണ് ധരിച്ചു കൊടുക്കുവാൻ പോകുന്നത്. അതാണ് അഭിഷേക ചടങ്ങ്. മാത്രമല്ല 3 ഐക്കണുകളുള്ള മാല ചാർത്തി കൊടുക്കുകയും അംശവടി കൊടുക്കുകയും ചെയ്യും. അധികാര ദണ്ഡ് കൊടുക്കുമ്പോൾ തൻ്റെ അജഗടങ്ങളെ ഇടയത്വത്തിൻ്റെയൊക്കെ അംഗീകാരമായിട്ട് കൊടുക്കുമ്പോൾ സുറിയാനി സഭ ഇന്ന് ആനന്ദലബ്ധിയിലാണ്. എനിക്കൊന്ന് ഇന്ന് 8ഓളം പേർ ആൾത്താരയിൽ അംശവസ്ത്രം ധരിച്ച് സഹകാർമ്മികരായി 8 പേർ കൂടി ഉണ്ടാവും. 4 മലയാളി മെത്രാന്മാരും 4 സിറിയൻ മെത്രാന്മാരും ഉണ്ട്, അല്ലേ ചടങ്ങിൽ? അങ്ങനെയാണ് ചടങ്ങ്. തീർച്ചയായിട്ടും. അവർ മാത്രമല്ല, എല്ലാ എപ്പിസ്കോപ്പൽ ചർച്ചസിൻ്റെയും ഓറിയൻ്റൽ ഓർത്തഡോക്സ് ചർച്ചിൻ്റെയും അർമീനിയ, അലക്സാൻഡ്രിയ, ഗ്രീക്ക്, സിറിയൻ ഓർത്തഡോക്സ് ചർച്ച്, ഇതിൻ്റെയൊക്കെ പ്രതിനിധികൾ, അതായത് ഓറിയൻ്റൽ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ഒരു സംഗമ സ്ഥാനമായിട്ട് ഇന്ന് ലെബനാനിലെ ബെയ്റൂട്ടിലെ അരമനയിൽ നിന്ന് മാറുകയാണ്. റൈറ്റ്.